ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു ക്രിയേറ്ററാണ് അല്ലെങ്കിൽ ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു തവണയല്ല, പല തവണ ആലോചിച്ചിട്ടുണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് പല കാരണങ്ങളുണ്ടാകും. ചിലർക്ക് സബ് കുറവാകും, വ്യൂസ് കുറവാകും, നിങ്ങളുടെ മാക്സിമം എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും, എന്നിട്ടും ചാനൽ റീച്ച് ആകുന്നില്ല. എന്നാൽ അപ്പുറത്ത് ഒരാളെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നല്ല സബ് കൂടുന്നു, വ്യൂസ് കൂടുന്നു, സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കും, ഞാൻ ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് വീഡിയോ ചെയ്തിട്ടും ഒരു വർഷമായി ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് 1000 സബ്സ്ക്രൈബർ തികക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ 1 lakh സിൽവർ പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയവര് എത്ര എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക? എനിക്കൊരു വർഷം കൊണ്ട് 1000 തികക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇനി 99,000 സബ്സ്ക്രൈബർ കൂടി ആയാലാണ് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുക. അപ്പോൾ ഒരു കാലത്തും എനിക്കിനി സിൽവർ പ്ലേ ബട്ടൺ കിട്ടാനും പോകുന്നില്ല, എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനും പോകുന്നില്ല. ഈ രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ അല്ലെങ്കിൽ 1 lakh കംപ്ലീറ്റ് ആയ ഒരു ക്രിയേറ്ററുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ ചിലപ്പോൾ അവർ പറയും, ഞാൻ കഷ്ടപ്പെട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് എടുത്ത സബ്സ്ക്രൈബേഴ്സ് ആണ്, അത്ര ഈസി ആയിട്ടുള്ള കാര്യം, ഈ രീതിയിലും ചിലപ്പോൾ അവരുടെ സ്റ്റോറി പറയുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും, ഇത് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ എക്സ്പീരിയൻസ് അത് തന്നെയാണ്, 1000 തേക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ രീതിയിലേക്കൊക്കെ എത്തിപ്പെടാൻ, അല്ലെങ്കിൽ 1 lakh അല്ലെങ്കിൽ അത് മില്യണിലേക്കൊക്കെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എന്ന് തന്നെ നമ്മളും വിശ്വസിക്കും. സോ അവർ അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടാണ് അവർക്ക് 1 lakhiലേക്ക് എത്താൻ കഴിഞ്ഞത്. പക്ഷെ എന്റെ മാക്സിമം ഞാൻ എടുത്തു, എന്നിട്ട് എനിക്ക് 1000 പോലും തേക്കാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ ഇനി യൂട്യൂബിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവര് ചാനൽ സ്റ്റോപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് അവരുടെ തലച്ചോറിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു പോസിറ്റീവ് വൈബ് ആ ഒരു വീഡിയോയിൽ ഉണ്ടാവണം എന്നില്ല. കാരണം അവരുടെ ആ ഈ ഒരു നെഗറ്റീവ് വൈബിലായിരിക്കും അവരുടെ വീഡിയോ ചെയ്യുന്നത് മൊത്തം. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണ് എങ്കിൽ നിങ്ങളോട് വേറൊരാൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ 1000 സബ്സ്ക്രൈബർ തികക്കാനാണോ ബുദ്ധിമുട്ട്, അതല്ല 1000-ൽ നിന്നും 1 lakh സബ്സ്ക്രൈബ് തികക്കാനാണോ? ഈ രണ്ടിൽ ഏതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യമെന്ന് ഒരു ക്രിയേറ്റർ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? പലരും പലതരത്തിലായിരിക്കും മറുപടി പറയുന്നുണ്ടാവുക. പക്ഷെ എന്നോട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ എക്സ്പീരിയൻസിൽ പ്രൈമറി സബ്സ്ക്രൈബേഴ്സ്, ആദ്യത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ നേടിയെടുക്കാനാണ് ഞാൻ കൂടുതൽ എഫേർട്ട് എടുത്തത്, സ്ട്രഗിൾ ചെയ്തത്. അതൊരു 1000, 2000, 3000, 4000, 5000 കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിന്റെയോ വ്യൂവേഴ്സിന്റെയോ കാര്യത്തിൽ ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യുന്നു, എനിക്ക് തോന്നുന്നു ചാനലിന്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്തിരുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് മാസത്തിൽ ഒരു 3-4 വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒരു ആവറേജ് രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തേക്കാൾ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും നിങ്ങൾക്കറിയുന്ന നല്ല റീച്ച് ആയിട്ടുള്ള സിൽവർ പ്ലേ ബട്ടണൊക്കെ കിട്ടിയ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ്, സത്യം പറയും എന്നുള്ളവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയിട്ട് ആദ്യത്തെ സമയത്ത് അനുഭവിച്ച സ്ട്രഗിള് നിങ്ങളുടെ ചാനൽ റീച്ച് ആയ ശേഷം 1 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ, അല്ലെങ്കിൽ 1 മില്യൺ 1 lakh ആയി കഴിഞ്ഞ് 1 മില്യണിലേക്ക് എത്താൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഏതായിരുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ പറയും. അവർ ജെന്യുവിനായിട്ട് നിങ്ങളോട് സത്യം പറയുന്ന ഒരു ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയും, ഞങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എന്നുള്ളത്. അത് യൂട്യൂബിൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ യൂട്യൂബിൽ ട്രാഫിക് കൊണ്ടുവന്ന ഒരാളാണ്, സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ വീഡിയോ വൈറലാകുന്നത് വരെ മാത്രമേ നിങ്ങൾ ഈ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതുള്ളൂ. നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചു നോക്കുക. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതുപോലെ വ്യൂസ് ഇല്ല, വാച്ച് ടൈം ഇല്ല, മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, നിങ്ങളുടെ ചാനൽ ബ്ലാങ്ക് ആണ്. അവിടെ നിന്നാണ് നിങ്ങൾ തുടങ്ങുന്നത്, 0-ൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ഇടുന്ന വീഡിയോക്ക് വ്യൂസ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സമയം എല്ലാ ക്രിയേറ്റേഴ്സും ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോയവരാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് അറിയുന്ന റീച്ച് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാൻ പറയുന്നത്. എല്ലാ ക്രിയേറ്റേഴ്സും ഈ ഒരു 0 സബിൽ നിന്നാണ് തുടങ്ങിയത്, അല്ലാതെ ആരും
ഡയറക്റ്റ് 50,000 അല്ലെങ്കിൽ 1 lakhിലേക്ക് വന്നിട്ടില്ല. അപ്പൊ എല്ലാവരും സീറോയിൽ നിന്ന് തുടങ്ങിയവരാണ്. അപ്പൊ ഞാൻ ഈ ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന്റെ കണക്ക് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ 1000 എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങളുടെ ചാനലിൽ ഒരു 1000 അല്ലെങ്കിൽ നിങ്ങൾക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് വരെ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതിനുശേഷം നിങ്ങളുടെ ഒരു വീഡിയോ വൈറൽ ആകാനുണ്ട്. അതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്നുള്ളത്. ആ ഒരു വീഡിയോ വൈറൽ ആയി കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. നിങ്ങളുടെ ബാക്കി വീഡിയോക്കൊക്കെ വ്യൂസും വരും. പിന്നെ നിങ്ങൾക്ക് പിറകിലേക്ക് നോക്കേണ്ടി വരില്ല. ഈ ഒരു സംഭവം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡായിട്ട് വാച്ച് ടൈം കൊണ്ടുവരരുത്, അല്ലെങ്കിൽ പെയ്ഡായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരരുത്. യൂട്യൂബ് തന്നെ പറയുന്നത് നിങ്ങൾ നല്ല ഓർഗാനിക് കമ്മ്യൂണിറ്റി, നല്ലൊരു കമ്മ്യൂണിറ്റിയെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഓഡിയൻസ് ആണ് നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് പുഷ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന വിധം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ചാനലിന്റെ ഏറ്റവും ടേണിംഗ് പോയിന്റിലാണ്. അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് നിങ്ങളെ ആളുകൾ കളിയാക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ റിലേറ്റീവ്സ് ചിലപ്പോൾ കളിയാക്കുന്നതായിരിക്കില്ല. എന്തായി, മോണിറ്റൈസേഷൻ ആയില്ലേ, ക്യാഷ് കിട്ടിയില്ലേ എന്നവര് ചുമ്മാ ചോദിച്ചാലും നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താത്തത് കൊണ്ട് നിന്നെ കളിയാക്കുന്നതാണ്. ഇനിയിപ്പോൾ കളിയാക്കിയാൽ അതുപോലെ നമുക്കൊരു ഫീൽ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഈ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റർക്ക് ഒരു തവണ അനുഭവിച്ചേ പറ്റൂ. അപ്പൊ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പൊ നിങ്ങളുള്ളത്. ഇതിലും വലിയൊരു ബുദ്ധിമുട്ട് ഇനി നിങ്ങൾക്ക് വരാനില്ല. ഇനി നിങ്ങളുടെ ചാനൽ റീച്ച് ആകാനാണ് ചാൻസ്. അല്ലാതെ ഇനി ഇപ്പൊ നിങ്ങൾക്ക് ഒരു 1000 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 500 സബ്സ്ക്രൈബർ ആയെങ്കിൽ അത് ഇനി 100 സബ്സ്ക്രൈബർ ആവാനില്ലല്ലോ. അത് കൂടാനാണ്, ചാനൽ ഗ്രോത്ത് ആവാനാണ് ചാൻസ്. ആ ചാൻസിനെ തടയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേക്ക് ആയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്തിട്ട്, ജെന്യുവിൻ ആയിരിക്കും പക്ഷെ നമ്മൾ ഏൽപ്പിക്കുന്ന ആള് ക്യാഷ് കൊടുത്തിട്ടായിരിക്കും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ തരുന്നത്. അപ്പൊ അത് ജെന്യുവിൻ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഞാൻ ഫേക്ക് സബ്, ഫേക്ക് ട്രാഫിക് എന്ന് പറയുന്നത് പുഷ് ചെയ്ത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഏത് രീതിയിൽ വാങ്ങിക്കുന്നത്. ഇപ്പൊ റോബോട്ടിക് വ്യൂസും റോബോട്ടിക് സബ്സ്ക്രൈബേഴ്സും മാത്രമല്ല ഫേക്ക് എന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് എൻ്റെ ഗ്രൂപ്പിലുള്ള കുറച്ച് ആളുകൾക്ക് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് എനിക്ക്. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലൊക്കെ ചാനൽ അതിലേക്ക് ലിങ്ക് ഇട്ട് കൊടുത്തു അവരോടൊക്കെ സബ് ചെയ്യാൻ പറഞ്ഞാൽ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫേക്കാണ്. പക്ഷെ എനിക്ക് പറയാം അത് ജെന്യുവിൻ സബ്ബാണെന്ന്, കാരണം റിയൽ ഐഡിയിൽ നിന്ന് വന്നതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഫേക്ക് സബ്ബാണ് അല്ലെങ്കിൽ ഫേക്ക് ട്രാഫിക് ആണെന്ന് പറയാം. കാരണം നിങ്ങളുടെ അടുത്ത വീഡിയോ അവർ താല്പര്യത്തോടു കൂടി കാണില്ല. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ചാനൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഇപ്പം മാറ്റി വെക്കുക. പകരം നിങ്ങൾ റീച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ഒരാളോട് ചോദിക്കുക. ഇനി അതല്ല, ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ 50,000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഞാൻ 1 lakhിലേക്ക് എത്തിച്ചത്, അല്ലെങ്കിൽ 10,000 എന്നുള്ളത് ഇത് ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ നേടിയെടുത്തതാണ്, അല്ലെങ്കിൽ ഞാൻ 10,000 വീഡിയോസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്ത് നേടിയെടുത്തതെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ ഇത്രയൊക്കെ എഫേർട്ട് എടുത്തിട്ടാണോ ഇത് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ഇപ്പൊ നമുക്കറിയാം കാൽബ്രോ അവരൊക്കെ എത്ര 5 കോടിയിലധികം സബ്സ്ക്രൈബേഴ്സിന് നേടിയെടുത്തു. പക്ഷെ ഞാൻ പറയുന്നത് ആദ്യത്തെ മില്യൺസ് നേടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഈസിയാണ്. ഈസി എന്ന് ഞാൻ പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്, എല്ലാരെ കൊണ്ടും പറ്റും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിലല്ല. യൂട്യൂബിന്റെ അൽഗോരിതത്തിൽ നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ട് വ്യൂസ് വന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ വ്യൂസിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടി വരില്ല. ഇപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ചാനൽ റീച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടാകും. അത് ഏത് രീതിയിലുള്ള ടെൻഷനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോക്ക് 1 മില്യൺ വ്യൂസ് വന്നു, പക്ഷെ അടുത്ത വീഡിയോക്ക് ഒരു പക്ഷെ 1 lakh വ്യൂസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ ആവും. അതിന് മില്യൺ കിട്ടി, ഇതിന് 1 lakh, പിറ്റേതിന് 2 lakh ആയിരിക്കും. പിന്നെ ഇടുന്ന വീഡിയോക്ക് ഒരു പക്ഷെ 50,000 ആയിരിക്കും. അപ്പോഴും നമുക്ക് ഇപ്പൊ കിട്ടുന്നതിനെക്കാട്ടും ബെറ്റർ ആണ്. പക്ഷെ ആ സമയത്ത് ഡോളർ കൂടുന്നത് കുറയുന്നതായിരിക്കും നമ്മുടെ ടെൻഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ മാക്സിമം ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഇനി നിങ്ങൾക്ക് വരാനില്ല. ഇനി വരാനുള്ളത് വസന്തകാലം എന്നൊക്കെ പറയുന്ന പോലെ ഇനി നിങ്ങൾക്ക് വരാനുള്ളത് നല്ല കാലം തന്നെയാണ്. അപ്പൊ യൂട്യൂബിന്റെ അൽഗോരിതം മനസ്സിലാക്കി വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഒക്കെ അതിനെക്കുറിച്ചായിരിക്കും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ഒരു നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കി ഇനി മുതൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ ചാനൽ കൂടുതൽ റീച്ച് ആക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള അടുത്ത വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.